ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വിജിത്ത് വേൾഡിലേക്ക് സ്വാഗതം. ഈ രാവിലെ എണീറ്റ് ഇങ്ങനെ ഇരിക്കുന്ന എന്താണെന്ന് ആരും വിചാരിക്കേണ്ട. ഒരു യാത്ര പോകാൻ വേണ്ടി രാവിലെ എണീറ്റ് കുളിച്ച് നനച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് നിന്ന് KSRTC ബസ്സിൽ കയറി രാവിലെ ഒരു യാത്ര പോവാണ്. രാവിലെ 7:10 KSRTCയിൽ കയറി ഞങ്ങളത് കുന്നും മലയൊക്കെ കയറി നല്ല നല്ല കാഴ്ചകൾ കണ്ട് നല്ല കോടയായിരുന്നു. ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോവാണ്. ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണ്ടേ? ഞങ്ങൾ 5 ഫ്രണ്ട്സും കൂടെ ചേർന്ന് ഒരു 1 ഡേ ട്രിപ്പ് പോയതാണ്. വലിയ പൈസ ചിലവില്ലാതെ ഞങ്ങൾ ഒരു ചെറിയ ബഡ്ജറ്റ് ഇട്ട് ഞങ്ങൾ പോയതാണ്. നല്ലൊരു യാത്രയായിരുന്നു. ഞങ്ങൾ അടിച്ച് പൊളിച്ചൊരു യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുന്നും മലയൊക്കെ കയറി 9:30 ഞങ്ങൾ സ്ഥലത്തെത്തി. എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? കുറേ ആൾക്കാർക്ക് ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ മനസ്സിലാവും എവിടെയാണെന്ന്. എന്നാലും ഞാൻ പറയാം. ഞങ്ങൾ കക്കാടംപൊയിലാണ് പോയത്. നല്ല അടിപൊളി മനോഹരമായ സ്ഥലമായിരുന്നു. നിറച്ച് പൂക്കളും കാടും മലയും കുന്നും. അങ്ങനെ അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് ഞങ്ങൾ ഫോഗി മൗണ്ടനിലേക്ക് പോവാണ്. ഞങ്ങളവിടെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ച് 100 രൂപയാണ് ആയത്. ആൾക്ക് 20 രൂപ വെച്ച്. അങ്ങനെ 100 രൂപ നമ്മളെ ഓട്ടോ പിടിച്ച് നേരെ ഫോഗി മൗണ്ടനിലെത്തി. അവിടെ എത്തിയപ്പം അവിടെ 11 മണിക്കാണ് ഓപ്പൺ. ഞങ്ങൾ 10 മണിയായപ്പോൾ അവിടെ എത്തി. പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം അതിൻ്റെ അകത്ത് ഓപ്പണിംഗ് ഒക്കെ ആവാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ്. പക്ഷെ അവിടെ നല്ല കാഴ്ചകളും നല്ല പ്രകൃതി ഭംഗിയായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെയൊക്കെ കുറച്ച് നേരം നിന്ന് നല്ല പൂക്കളും നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ പണി നടക്കുന്നേ ഉള്ളൂ, പൂർത്തിയായിട്ടില്ല. പക്ഷെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനുള്ള എല്ലാ ഇതും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഇതൊക്കെയാണ് വഴികളും അവിടുത്തെ പ്രകൃതി. പെട്ടെന്ന് കോട ഇറങ്ങുന്ന സ്ഥലമാണ്. പിന്നെ അതിൻ്റെ അകത്ത് കയറാൻ ആദ്യം ഒരു പൂളാണ്. പിന്നെ അതിൽ നിറച്ച് അരയാനങ്ങളൊക്കെ ഉണ്ട്. നമ്മളതിൽ ബോട്ടിങ്ങൊക്കെ പോയി. പിന്നെ അവിടെ നിന്ന് നമ്മൾ അടുത്ത ഇതിലോട്ട് പോവാണ്. നല്ല ഭംഗിയാണ്. തന്നെ അവിടുന്ന് ബോട്ടിങ്ങിലൊക്കെ പോയി ഞങ്ങൾ കളിയുമ്പോൾ തമാശയൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് ഞങ്ങൾ ബോട്ടിങ്ങിലൊക്കെ പോയി. ഇതാണ് എൻ്റെ 5 ഫ്രണ്ട്സ്. ഞങ്ങൾ അങ്ങനെ ബോട്ടിങ്ങിലൊക്കെ പോയി. അവിടെ നിന്ന് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് മുകളിലോട്ട് കയറി. നല്ല ഒരു അന്തരീക്ഷമായിരുന്നു. നല്ല നല്ല ആക്ടിവിറ്റി ഗെയിമുകളാണ് കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത്. നന്നായിട്ട് സമയം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ അടിച്ച് പൊളിച്ചു. ഒരു ദിവസം ഞങ്ങൾക്ക് അത്രയ്ക്ക് എൻജോയ്മെൻ്റ് ആയിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലവും നല്ല വൃത്തിയുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എന്താ പറയുക, റോപ്പ് വേയിൽ പോയി. അവിടെ നിന്ന് സൈക്ലിങ്, റോപ്പ് വഴിയുള്ള സൈക്ലിങ്ങിന് പോയി. പിന്നെ മറ്റേ ഇതുണ്ടല്ലോ, പിന്നെ കുറേ ഫോട്ടോസ് എടുത്ത് നല്ല 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 എന്ന് വെച്ചാൽ ഞങ്ങൾ ഫുൾ എൻജോയ് ചെയ്ത് ഇതായിരുന്നു. അങ്ങനെ അടിച്ച് പൊളിച്ചു. ഇതാ എൻ്റെ കൂടെയുള്ള കുട്ടി സൈക്ലിങ്ങിന് പോവാണ്. പിന്നെ നല്ല സേഫും നല്ല സെക്യൂരിറ്റിയാണ്. ഒരു വെയിറ്റൊക്കെ നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകുന്നത്. നല്ല അവിടെ ഉള്ള ജോലിക്കാരായാലും ശരി തന്നെ നല്ല സപ്പോർട്ടിങ്ങും നല്ല കെയറിങ്ങുമാണ്. നമുക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അവരത് കൂളാക്കി നമ്മളെ നല്ല ഇതാക്കിയിട്ടാണ് നമ്മൾ ഓരോ യാത്രയും പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷനൊന്നും ഇല്ലാതെ ഞങ്ങളെല്ലാവരും അടിച്ച് പൊളിച്ചിട്ടാണ് യാത്ര പോയത്. ഇവിടെ കയറുന്നതിന് ഒരാൾക്ക് 800 രൂപയാണ്. നമ്മളിപ്പോൾ വീഗാലാൻഡൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയ്ക്കൊന്നും ഇല്ല. എന്നാലും നമ്മുടെ സമയം, നമുക്കുള്ള സമയം നമുക്ക് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടും അടിച്ച് പൊളിക്കുക അവിടെ കഴിയും. 800 രൂപയാണ് ടിക്കറ്റ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി ആദ്യം പൂളിലൊക്കെ കളിച്ച് പിന്നെ അങ്ങോട്ട് മുകളിലോട്ട് വന്നിട്ട് അപ്പോൾ തിരക്കനുസരിച്ച് അവരവിടെ അറേഞ്ച് ചെയ്യുന്നത്. തിരക്കനുസരിച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്യാതെ തിരക്ക് കുറയുന്ന ഓരോ ഇതിലോട്ട് ആൾക്കാരെ കയറ്റി നമുക്ക് ആവശ്യത്തിന് എൻജോയ്മെൻറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങുന്നത്. നമ്മൾ ഇതിൽ കയറി സൈക്ലിങ്ങിന് പോയി. പിന്നെ ഇത് ഇങ്ങനെ ഇതൊരു ഇതാണ് കാറിൻ്റെ ഇതുപോലെയാണ്. നമ്മൾ ഇതുപോലെ തന്നെ റോപ്പിൽ കൂടെ പോകുന്നതാണ്. നല്ല നല്ല രസമുണ്ട്. ഇതിൽ ഓരോ ആൾക്കാരും നമുക്ക് പേടിയൊന്നും വരാതെ നമ്മളടുത്ത് കഥയൊക്കെ പറഞ്ഞ് അവരൊക്കെ നമ്മളെ കൂടെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നടക്കും. നല്ല നല്ല രസമാണ് അവിടെ എല്ലാത്തിലും പോവാൻ, റോപ്പ് വേയിലും ഒക്കെ പോവാൻ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ഈ സംഭവം. ഞാൻ ഇതിൽ ജമ്മത്ത് കയറുമെന്ന് വിചാരിച്ചല്ല, എന്നിട്ട് അതിലും കയറി. ഇതിങ്ങനെ അവർ
വലിച്ച് മുറുക്കി 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 നമ്മൾ ആകാശം വരെ എത്തിയിട്ട് ആ കയറങ്ങ് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയല്ലേ, അതായിരുന്നു. എൻ്റെ അമ്പ ഇതുപോലെ ഒരു ഇത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ നല്ല കാര്യത്തിൽ ഞങ്ങൾ എൻജോയ് ചെയ്ത്. പേടിയൊന്നും തോന്നിയില്ല, കാരണം അവരുടെ നമ്മളെ ഫുൾ സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിയൊന്നും തോന്നിയില്ല. നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത്. പിന്നെ വെള്ളത്തിൽ ട്രെയിൻ ഡാൻസും പിന്നെ വേവ് പൂളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല തിരമാല, നമ്മൾ ഒറിജിനലായിട്ട് കടലിൽ കളിക്കുന്ന പോലെ തന്നെയായിരുന്നു അതിൽ തോന്നിയത്. ഇതാ നമ്മളിതാ പോകുന്നുണ്ടോ, പോയി 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 അവരിങ്ങനെ വലിക്കുമ്പോൾ നമുക്കതിൽ തോന്നും ഒരു കയറിങ്ങനെ കെട്ടി മുറുക്കി 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 വരുമ്പോൾ ആ കയറങ്ങ് പൊട്ടി പോകില്ലേ, ആ ഒരു ഫീല് നമുക്കവിടെ ഉണ്ടാവും. കാരണം അത്രയ്ക്ക് നമ്മൾ ആ ഇതിങ്ങനെ വലിഞ്ഞ് കയറുമ്പോൾ നമ്മളെ ശരീരത്തിലെ ബെൽറ്റ് ഇങ്ങനെ ടൈറ്റായി വരും. അപ്പോൾ നമുക്കൊന്ന് ആ കയറിട്ട് മുറുക്കി കെട്ടുന്ന പോലെ തോന്നും. കെട്ടി ഇങ്ങനെ മോള് ചെല്ലുമ്പോൾ ആ കയറിങ്ങനെ നമ്മൾ വലിച്ചിങ്ങനെ കെട്ടുമ്പോഴത്തേക്ക് ആ കയറങ്ങ് പൊട്ടിപ്പോയുള്ള ഒരവസ്ഥ എന്താ, അതാണ് ഇതിൽ എനിക്ക് ഫീൽ ചെയ്തത്. ആ ഫസ്റ്റത്തെ ഒരു ഇതേ ഉള്ളൂ, ആ കയറങ്ങ് പൊട്ടിപ്പോകുമ്പോൾ നമ്മളങ്ങ് പറന്നു പോലെ പട്ടം വലിച്ച് 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 പട്ടത്തിൻ്റെ കയറങ്ങ് പൊട്ടി പട്ടത്തിൽ പറന്നു പോലെ ആ ഒരു ഫീൽ. അതാ അത്രേ ഉള്ളൂ. ആ ഒരു ഫീലാണ് അതിലുണ്ടായത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാ ഊഞ്ഞാലാടണം അതിൽ തന്നെ, വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അതിലൊക്കെ ഞങ്ങൾ കയറി അടിച്ച് പൊളിച്ചെന്ന് വെച്ചാൽ അടിച്ച് പൊളിച്ച്. പിന്നെ ഞങ്ങൾ ആ പൂളിൽ കുറേ ആക്ടിവിറ്റീസ്, സൈക്കിള്, പൂളിൽ കൂടി നമുക്ക് സൈക്കിൾ ചവിട്ടാം, പിന്നെ ഇതുപോലെ ചെറിയ ബോട്ടിൽ പോവാം, പിന്നെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാം. അങ്ങനെയൊക്കെ ആയിരുന്നു. ഞങ്ങൾ കുറേ അടിച്ച് പൊളിച്ചെന്ന് വെച്ചാൽ അടിച്ച് പൊളിച്ച്. പിന്നെ അവിടെ തന്നെ ഫുഡുണ്ട്, ബിരിയാണി, ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ കിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടൂല. അങ്ങനെ ഞങ്ങളവിടെ കയറിയപ്പോൾ തന്നെ ഓർഡർ ചെയ്തായിരുന്നു. 180 രൂപയാണ് ബിരിയാണിക്ക്. അങ്ങനെ ബിരിയാണിയൊക്കെ അവിടെ നിന്ന് കഴിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച്. പിന്നെ ലേഡീസിനൊക്കെ ഡ്രസ്സ് മാറാൻ പ്രത്യേകം സ്ഥലമുണ്ട്, ലോക്കർ സൗകര്യമുണ്ട്, എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഞങ്ങൾ അവിടെയൊക്കെ പോയി നന്നായിട്ട് അടിച്ച് പൊളിച്ച് ഞങ്ങളുടെ ഒരു ദിവസം ഞങ്ങൾ അവിടെ എല്ലാം അടിച്ച് പൊളിച്ചിട്ട് 3:30-4 മണിയോടെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. 4 മണിക്ക് അവിടെ നിന്നൊരു ബസ് കോഴിക്കോട് ഉണ്ട്. ഞങ്ങൾ പിന്നെ അതിൽ കയറി. ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസൊക്കെയാണ് കേട്ടോ. അതൊക്കെ നല്ല ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. നല്ല ശരിക്കും ഫോട്ടോസൊക്കെ എടുത്ത് ഒരുപാട്, ഞാൻ ഇതിൽ കുറച്ചേ ഇതാക്കിയിട്ടുള്ളൂ, ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട്. പിന്നെ എന്നിട്ട് 4 മണിയോടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ബസ് കയറി കോഴിക്കോട് ത്രൂ ബസ് കിട്ടി. പിന്നെ ഞങ്ങളവിടെ ഐസ്ക്രീമും ചായയൊക്കെ കഴിച്ചു. അതിൻ്റെതും വീഡിയോസും ഫോട്ടോസൊന്നും എടുത്തില്ല. എന്നിട്ട് ഞങ്ങളവിടെ നിന്ന് വേവിലൊക്കെ ഞങ്ങൾ കുളിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പിന്നെ കുട്ടികളുടെ പാർക്കിൽ, ഞങ്ങൾ ബസ് കയറുമ്പോൾ കുട്ടികളുടെ പാർക്കിലൊക്കെ പോയി ഒന്ന് കളിച്ച്. അവിടെ കുട്ടികളുടെ പാർക്കിൽ കളിച്ച്. എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാണ് കേട്ടോ. നല്ല രസമായിരുന്നു. ഞാൻ കാമന്നടിച്ച് വീണിട്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ബസ് കയറി നേരെ വീടെത്തി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് പോകാൻ പറ്റിയ അവിടെ പോകണം. പിന്നെ അവിടെ നൈറ്റ് സ്റ്റേ ഒക്കെ ഉണ്ട്. വണ്ടിയുള്ളവർ ഏറ്റവും കൂടുതൽ പോകാൻ നോക്കുക, അതാവും എളുപ്പം. പിന്നെ നൈറ്റ് സ്റ്റേ ഉണ്ട്. പിന്നെ രാത്രി ട്രക്കിംഗ് ഒക്കെ ഉണ്ട് അവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക്. അപ്പം അതൊക്കെ നോക്കിയിട്ട് പിന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പോയാൽ നിങ്ങൾക്ക് ടിക്കറ്റിനൊക്കെ ഒരു ഇളവ് വരും. അല്ലെങ്കിൽ തലേദിവസം അവിടെ വിളിച്ച് പറഞ്ഞിട്ട് പോകണം. നെറ്റിൽ നോക്കിയാൽ മതി, ഫോഗി മൗണ്ടൻ എന്ന് അടിച്ചാൽ മതി, അവിടുത്തെ നമ്പറും ഡീറ്റെയിലൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചേട്ടാ.